നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈസ്ട്രജൻ്റെ ഒരു ലെവൽ കാരണമാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് പാരമ്പര്യമായി വരാം. അപ്പം പീരീഡ്സ് കഴിഞ്ഞിട്ട് നിന്ന സ്ത്രീകളിൽ വീണ്ടും ഒരു ബ്ലീഡിങ്. അപ്പം വണ്ണമുള്ള സ്ത്രീകളിൽ നമ്മുടെ കൊഴുപ്പിൽ നിന്നും ഈസ്ട്രജൻ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ എൻഡോമെട്രിയത്തിൽ, അതായത് യൂട്രസിനകത്ത് ആ ലൈനിങ്ങിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് പിന്നെ ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത്. ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഞ്ജന, ഗൈനക് ഓങ്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എൻഡോമെട്രിയൽ ക്യാൻസറിനെ കുറിച്ചാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഈ എൻഡോമെട്രിയൽ ക്യാൻസർ സ്ത്രീകൾക്കാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇത് വരാനുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് യൂട്രസിൻ്റെ അകത്ത് ലൈനിങ്ങിൽ വരുന്ന ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. കൂടുതലായിട്ടും ഒരു പ്രായം ഉള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രായം കൂടുന്തോറും എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ളൊരു റിസ്ക് കൂടും. പിന്നെ ഉള്ളത് പക്ഷേ ഇപ്പം ചെറുപ്പക്കാരിലും അതിൻ്റെ ഒരു എണ്ണം കൂടുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കൂടി വരുന്ന ഒരു വണ്ണക്കൂടുതലാണ്, അതായത് ഒബിസിറ്റി. അപ്പം മെയിനായിട്ടും എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോൺസ് കൂടുതലായി ഉണ്ടാകുമ്പോഴാണ്. അപ്പം വണ്ണമുള്ള സ്ത്രീകളിൽ നമ്മുടെ കൊഴുപ്പിൽ നിന്നും ഈസ്ട്രജൻ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ എൻഡോമെട്രിയത്തിൽ, അതായത് യൂട്രസിനകത്ത് ആ ലൈനിങ്ങിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് പിന്നെ ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത്. മാത്രമല്ല ഈ PCOD, നമുക്ക് ഈ ഒരു വണ്ണക്കൂടുതലുള്ള സ്ത്രീകളിൽ നമുക്ക് ഇറഗുലർ പീരീഡ്സ് വരാം. അതായത് 2-3 മാസം കൂടുന്തോറും പീരീഡ്സ് വരുന്നത്. ആ സമയത്തും ഈ ഒരു ഈസ്ട്രജൻ്റെ ലെവല് അവരുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കാരണം എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയായിരിക്കും നമ്മളിത് തിരിച്ചറിയുന്നത്? അപ്പം നേരത്തെ പറഞ്ഞ പോലെ പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത്. അപ്പം പീരീഡ്സ് കഴിഞ്ഞിട്ട് നിന്ന സ്ത്രീകളിൽ വീണ്ടും ഒരു ബ്ലീഡിങ്. അപ്പോൾ അത് ഭയങ്കരമായ ബ്ലീഡിങ് ആവണം എന്നില്ല. ഈവൻ ചെറിയ ഡ്രോപ്സ് ആണെങ്കിൽ പോലും നമുക്കത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം പീരീഡ്സ് നിൽക്കാത്ത സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ പീരീഡ്സിന് ഇടയ്ക്കുള്ള ബ്ലീഡിങ്, ഇതെല്ലാം നമുക്ക് അത് പ്രത്യേകിച്ചും 40-45 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുകയും ഡോക്ടറിനെ കാണുകയും വേണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺസൾട്ട് ചെയ്യുക? നമ്മൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഇതൊരു മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ക്യാൻസർ വരുമ്പോൾ, അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ സർജറിയിലേക്കാണോ പോവേണ്ടത്? എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇതാണോ എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു 10% ആൾക്കാർക്കാണ് ഈ ഒരു പീരീഡ്സ് കഴിഞ്ഞ് ബ്ലീഡിങ് വരുമ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാകാനൊരു സാധ്യത. അപ്പം നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് സാധാരണ. ഒന്നൊരു അൾട്രാസൗണ്ട് സ്കാൻ. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് യൂട്രസിനകത്ത് ലൈനിങ്ങിലുള്ള തിക്നെസ് കൂടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സംശയം വരാം. പിന്നെ ഉള്ളത് നമ്മളൊരു എൻഡോമെട്രിയൽ ബയോപ്സി, അതായത് യൂട്രസിനകത്ത് ലൈനിങ്ങിൽ നിന്നൊരു ബയോപ്സി എടുത്ത് ടെസ്റ്റിന് വിടുക എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു മേജർ പ്രൊസീജിയറായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, DNC എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു വിസിറ്റിൽ തന്നെ നമുക്ക് OP യിൽ തന്നെ ഒരു സിമ്പിൾ പ്രൊസീജിയറായിട്ട് ഒരു പിപ്പൽ ബയോപ്സി എന്ന് പറയും. ചെറിയ നമുക്കൊരു സിറിഞ്ച് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂട്രസിനകത്ത് ചെയ്തിട്ട് ഒരു OPD പ്രൊസീജിയറായിട്ട് എൻഡോമെട്രിയൽ ബയോപ്സി ഇപ്പോൾ എടുക്കാവുന്നതാണ്. ഓക്കെ. DNC ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതെ. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു OP യിൽ ചെയ്യാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം മയക്കം ചെയ്തിട്ട് DNC ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ബയോപ്സി എടുത്തിട്ട് അതിൽ ഒരു അസുഖം കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടർ MRI സ്കാനും വേണ്ടി വന്നാൽ CT സ്കാനൊക്കെ ചെയ്യാനും കൂടെ പറയും. ഓക്കെ. അപ്പോൾ ആ സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ ഇത് ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്? അല്ല, നമുക്ക് ബയോപ്സിയിൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് എത്രത്തോളം അസുഖം ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ബാക്കി ഒരു മേജർ സ്കാൻ MRI CT ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇതൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതൊരു സർജറിയിലേക്കൊക്കെ പോകുന്നത് ഏത് ഘട്ടത്തിലായിരിക്കും? നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ പ്രധാന ചികിത്സയെ സർജറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ പേഷ്യൻസിനും തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം നമുക്ക് ആ ഒരു അസുഖത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് കീമോതെറാപ്പിയോ റേഡിയേഷനോ ഒക്കെ വേണ്ടി വരാം. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ചിലപ്പം നമുക്ക് ഇനീഷ്യലി സർജറി പറ്റണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് കീമോതെറാപ്പിയോ റേഡിയേഷനോ കൊടുത്ത് അസുഖം ഒന്ന് ചുരുക്കിയതിന് ശേഷം സർജറി ചെയ്യേണ്ടി വരും. ഓക്കെ. ഇതിൻ്റെയൊക്കെ ഒരു റിക്കവറിയും അത് മാത്രമല്ല പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പിന്നെയുള്ള ഒരു ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസർ മെജോറിറ്റി കേസിലും ടോട്ടലി ക്യൂറബിൾ ആണ്. അപ്പം നമ്മൾ സമയത്തിന് നമുക്ക് ബ്ലീഡിങ് കണ്ട് പേടിച്ച് വീട്ടിലിരിക്കാതെ കൊണ്ടുപോയി കണ്ടുപിടിച്ചാൽ നമുക്ക്
നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും കണ്ടാൽ ഒരു ഡോക്ടറെ കാണിക്കുക. അപ്പം നമുക്ക് ആ ഒരു ഇനിഷ്യൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഇനിഷ്യൽ സ്റ്റേജിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളെ ഉണ്ടാവത്തുള്ളൂ. അതിനുശേഷം നല്ലൊരു റിക്കവറി നമുക്ക് ഈ ഒരു പേഷ്യൻസിനെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ എൻഡോമെട്രിയൽ ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈസ്ട്രജൻ്റെ ഒരു ലെവൽ കാരണമാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് പാരമ്പര്യമായി വരാം. അത് ലിൻസ് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഒരു ജനറ്റിക് വേരിയേഷൻ കാരണം വരുന്ന ഒരിതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലികളിൽ നമുക്ക് കൂടുതലായിട്ടും കുടലിൻ്റെയും യൂട്രസിൻ്റെയും ഒക്കെ ക്യാൻസർ കൂടുതലായിട്ട് കാണാം. പക്ഷേ ഇന്നത്തെ നമ്മൾ പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ഇല്ലെങ്കിൽ പോലും എല്ലാ പേഷ്യൻസിനും നമ്മൾ ഈ ഒരു സിൻഡ്രോം ഉണ്ടോ എന്നുള്ള ടെസ്റ്റിൻ്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പേഷ്യൻസിനും ഇപ്പോൾ റുട്ടീനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടും വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ടും ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മെനോപോസ് വന്നു കഴിഞ്ഞാലും നമ്മൾ കുറച്ചുകൂടി അല്ലേ ഡോക്ടറിന്റെ കൺസൾട്ടേഷനും അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, അതായത് എൻഡോമെട്രിയൽ ക്യാൻസർ ഏർലി സ്റ്റേജിൽ തന്നെ ബ്ലീഡിംഗ് ആയിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലീഡിംഗ് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ഓക്കെ. അപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിനെ കുറിച്ചായിരുന്നു ഡോക്ടർ സംസാരിച്ചത്. ഒരുപാട് സംശയങ്ങൾ നമുക്ക് തീർന്നു എന്ന് തന്നെ വിശ്വസിക്കാം. എനിവേ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.